കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ കേന്ദ്ര നിലപാടിനെതിരെ വീണ്ടും ഹൈക്കോടതി. കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന ഉറപ്പുകൾ പാഴ്വാക്കുകൾ മാത്രമാണോ എന്ന് കോടതി ചോദിച്ചു. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് കോടതി ആരാഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് എയിംസ് അനുവദിക്കുമ്പോൾ കേരളത്തോട് വിവേചനം പാടില്ല. നയപരമായ തീരുമാനങ്ങളുടെ പേരിൽ കേരളത്തെ മാറ്റി നിർത്തരുത്. രാജ്യത്ത് എയിംസ് സ്ഥാപിക്കാൻ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്താണെന്നും കേരളം കണ്ടെത്തിയ ഭൂമി സംബന്ധിച്ച പഠന റിപ്പോർട്ട് എവിടെയെന്നും കോടതി ചോദിച്ചു. കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ഓൺലൈനായി ഹാജരായി. കാഞ്ഞങ്ങാട് എയിംസ് സംരക്ഷണ സമിതിയുടെ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിലപാടിനെതിരെ വീണ്ടും ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന ഉറപ്പുകളൊക്കെ പാഴ്വാക്കുകൾ മാത്രമാണോ എന്നാണ് ഇപ്പോൾ കോടതി ചോദിക്കുന്നത്. എന്തായാലും കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ എന്താണ് തടസ്സമെന്നൊക്കെ കോടതി ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് എയിംസ് അനുവദിക്കുമ്പോൾ കേരളത്തോട് മാത്രം വിവേചനം പാടില്ല. നയപരമായ തീരുമാനങ്ങളുടെ പേരിലും കേരളത്തെ മാറ്റി നിർത്തരുത് എന്നാണ് ഇപ്പോൾ കേന്ദ്രത്തോട് കേരളം ഹൈക്കോടതി ചോദിക്കുന്നത്. എന്തായാലും രാജ്യത്ത് എയിംസ് സ്ഥാപിക്കാൻ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്താണെന്നും കേരളം കണ്ടെത്തിയ ഭൂമി സംബന്ധിച്ച പഠന റിപ്പോർട്ട് എവിടെയാണെന്നും ഒക്കെ കോടതി അന്വേഷിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ഓൺലൈനായി ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കാഞ്ഞങ്ങാട് എയിംസ് സംരക്ഷണ സമിതിയുടെ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഈ ഒരു ഹർജിയിന്മേലാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിൽ കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിലുള്ള എന്ത് തടസ്സമാണ് കേരളത്തിലെ എയിംസ് അനുവദിക്കുന്നതിലുള്ളതെന്നാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. കേരളത്തിന് കൊടുത്ത വാക്ക് പാഴ്വാക്കായി മാറുകയാണോ എന്നൊക്കെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി.